നമ്മൾ ഞെട്ടലോടെയാണ് 3 വയസ്സുള്ള കുഞ്ഞിനെ സ്വന്തം അമ്മ പുഴയിലെറിഞ്ഞു കൊന്നെന്ന വാർത്ത കേട്ടത്. അത്തരം വാർത്തകൾ ഇപ്പോൾ ഇടയ്ക്കിടെ കേൾക്കുന്നുമുണ്ട്. ഒരമ്മയ്ക്ക് എങ്ങനെ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ കഴിയുന്നു എന്നാണ് ഇത്തരം വാർത്തകളോടുള്ള ആദ്യ പ്രതികരണമായി കേൾക്കാറുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ക്രൂരകൃത്യത്തിലേക്ക് അവർ എങ്ങനെ എത്തിച്ചേർന്നു എന്ന ചോദ്യം അങ്ങനെ ഉയർന്നു കേൾക്കാറുമില്ല. കുറ്റകൃത്യങ്ങൾ ഒരിക്കലും ന്യായീകരിക്കപ്പെടേണ്ടതല്ല. പക്ഷേ ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞിനെ കൊല്ലാനുള്ള തീരുമാനമെടുക്കുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ആരൊക്കെയാണ് അതിന് ഉത്തരവാദികൾ? നമുക്കൊപ്പം സൈക്യാട്രിസ്റ്റ് ഡോക്ടർ മോഹൻ റോയ് ചേരുന്നു. സ്വാഗതം ഡോക്ടർ ന്യൂസ് 3യിലേക്ക്. ഇന്നലെ കല്യാണി എന്ന 3 വയസ്സുകാരി ആ വാർത്ത വലിയ ഞെട്ടലോടെ നമ്മൾ കേട്ടു. പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുയരുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു കൊലപാതകമുണ്ടായി? അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊരു ഭാഗം, ഇല്ല എന്ന് മറുഭാഗം. എന്താണ് ഡോക്ടർ ആമുഖമായി പറയാനുള്ളത്? ഇതിൽ കൊലപാതകങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും നടക്കാറുണ്ട്. ചില തരത്തിലുള്ള കൊലപാതകങ്ങൾ സമൂഹത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കും. ഈ കൊലപാതകം അത്തരത്തിലുള്ളതാണ്. അതിൽ പൊതുവെ എല്ലാവരും പറയുന്നത് അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ കൊല്ലാൻ സാധിക്കുമോ? ഒരമ്മ ഇങ്ങനെയാകാമോ? അമ്മമാർ പൊതുവെ ഇങ്ങനെയല്ലല്ലോ. ഇത് നമ്മൾ സമൂഹത്തിൽ പറയുന്ന ചില വാർപ്പ് മാതൃകകളാണ്. അമ്മമാരിങ്ങനെ ആയിരിക്കണം, അമ്മമാരിങ്ങനെ ആകാവൂ, ഇതിൽ നിന്ന് വ്യതിചലിച്ചാൽ അമ്മയാണോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുകയും, ഇന്ന് രാവിലെ തന്നെ താങ്കൾ വായിച്ച വാർത്ത തന്നെ കൂട്ടി വായിച്ചാൽ ഒരു മകൻ അമ്മയെ കൊല്ലുകയായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാറുണ്ട്. ഇതിലൊക്കെ നമ്മൾ മറന്നു പോകുന്നത് ഏതൊരു കുറ്റകൃത്യത്തിൻ്റെ പുറകിലും മാനസികാരോഗ്യത്തിൻ്റെ ഒരു വശമുണ്ട് എന്നുള്ളതാണ്. മാനസികാരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുടെ ഇതിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് നമുക്കിപ്പോൾ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ പൊതുവായി ഒന്ന് പരിശോധിക്കാം. ഈ കുറ്റാരോപിതയുടെ അമ്മ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇവർക്ക് പഠിക്കുന്ന കാലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരും, കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തെറിയും. എന്തിന് ഒരു പ്രാവശ്യം ഈ കുട്ടിയെ ഉപദ്രവിച്ചതായി വരെ അച്ഛൻ തന്നെ പറഞ്ഞതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ കുട്ടിയെ ഉപദ്രവിച്ച ഒരമ്മ, അത് നെഞ്ചിലും തലയിലുമൊക്കെയാണ് ഉപദ്രവിച്ചതെന്നാണ് പറയുന്നത്. അത്തരത്തിലൊരു അമ്മ വീട്ടിലുണ്ടെങ്കിൽ, ഇനി മറ്റാരെങ്കിലും ആകട്ടെ ഉണ്ടെങ്കിൽ, അവിടെ ഒരു ബാലാവകാശത്തിൻ്റെ ലംഘനം നടന്നിട്ടുണ്ട്. ആ ബാലാവകാശ ലംഘനം പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. എന്തുകൊണ്ടാണ് ബാലാവകാശ സംവിധാനങ്ങളിലേക്ക് ഈ വിഷയം എത്താതിരുന്നത് എന്നുള്ളത്? അതാണ് ഡോക്ടർ, അവിടെ ഒന്ന് ആഡ് ഓൺ ചെയ്യാനുള്ളത്. ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് മാത്രമല്ല, ഒരു തവണ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഈ 12 വയസ്സുകാരനായ സഹോദരൻ തന്നെ പറയുന്ന ബൈറ്റ് നമുക്കുണ്ടായിരുന്നു. അതായത് ഐസ്ക്രീമിൽ വിഷം ചേർത്ത് അമ്മ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു കൊലപാതക ശ്രമം വരെ നടന്നിട്ടുണ്ട് എന്നുള്ളതുണ്ടായിട്ടും അവരാരെയും അറിയിച്ചില്ല എന്നുള്ളതാണ്. അത്തരത്തിലൊരു കൊലപാതക ശ്രമം നടക്കുമ്പോൾ പിന്നെ എന്താണ് സംവിധാനങ്ങൾ ചെയ്യേണ്ടത്? സംവിധാനങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ബാല സംരക്ഷണ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ഒരറിവില്ലായ്മ കൂടി അവിടെ ഇല്ലേ? ഈ അച്ഛനോ ഈ കുടുംബത്തിലുള്ളവർക്കോ ഈ യഥാർത്ഥത്തിൽ 12 വയസ്സുള്ള ഒരു കുട്ടിയൊന്നും ഇക്കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ, ബാലസുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാണെങ്കിൽ ഈ കുഞ്ഞ് വരെ അറിയേണ്ടതുണ്ട് തൻ്റെ മുന്നിൽ നടന്നതൊരു കുറ്റകൃത്യമാണെന്ന്. അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഒരു റോഡിൽ മറ്റോ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോലീസിനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു കുറ്റകൃത്യമാണെന്നുള്ളതുകൊണ്ട്. ആ അവബോധം, ആ സാമൂഹ്യ അവബോധം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ അവബോധമില്ലായ്മ, അങ്ങനെ ആ സമയത്ത് കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് നമ്മുടെ ഈ ചർച്ച തന്നെ വേണ്ടി വരില്ലായിരുന്നു. ഇനി രണ്ടാമത്തത്, ഈ ചില വ്യക്തിത്വങ്ങളുണ്ട് പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ഇമ്പൾസീവ് പേഴ്സണാലിറ്റി എന്ന് പറയും. പെട്ടെന്ന് ദേഷ്യം വരുന്നവർ, ഒരു മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിക്കുന്നവർ, ഇപ്പോൾ കയ്യിലിരിക്കുന്ന സാധനമൊക്കെ എടുത്തെറിയുക, ക്ഷിപ്രകോപികൾ, ക്ഷിപ്രപ്രസാദികൾ, അത്തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ മാനസിക ആരോഗ്യമാണ്. പൊതുവെ ലോകവ്യാപകമായിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ എന്നുള്ളതാണ്. വിഷാദരോഗമൊക്കെ സ്ത്രീകളിൽ 15 മുതൽ 20% വരെ എന്ന 20% എന്ന് പറയുമ്പോൾ നമ്മൾ 5 സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷാദരോഗം വന്നിട്ടുണ്ടാകുമെന്ന്. സ്ത്രീകളുടെ മാനസികാരോഗ്യത്തിൽ ഏറ്റവും നിർണായകമായ സമയമെന്ന് പറയുന്നത് അത് ഗർഭകാലവും പ്രസവാനന്തര കാലഘട്ടവുമാണ്. ഈ കാലഘട്ടത്തിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് എന്ത് കാര്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? സംവിധാനങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും അറിയാതെ നമ്മൾ പെട്ടെന്നൊരു നീജർക്ക് റിയാക്ഷൻ വരുമ്പോൾ ഇതിങ്ങനെയാണെന്നും അങ്ങനെയാണെന്നും പറയുന്നു. ഇനി അവർക്ക് മാനസികാരോഗ്യ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആരാണ് തീരുമാനിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഈ മാനസികാരോഗ്യത്തെക്കുറിച്ചും ചില വാർപ്പ് മാതൃകകളുണ്ട്. അതായത്
മാനസിക പ്രശ്നമുള്ളവർ എന്ത് കുറ്റം ചെയ്താലും അതിന് ശിക്ഷയില്ല. അത് പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ള വിവാദപരമായ ഒരു കേസിൽ ഈ കുറ്റാരോപണത്തിനെ ശിക്ഷിച്ചുകൊണ്ട് ജഡ്ജി വിധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മാനസികാരോഗ്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് മജിസ്ട്രേറ്റിന്, അത് ഇന്ത്യൻ പഴയ CRPCയിലെ 328, 329, 330 എന്നീ വകുപ്പുള്ള മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കേണ്ട. മജിസ്ട്രേറ്റ് ഒരു പരിശോധന ഓർഡർ ചെയ്യുന്നു. ആ പരിശോധനയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ചികിത്സ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹം വിചാരണ നേരിടാൻ യോഗ്യനാണെന്ന് കണ്ടാൽ മാത്രമേ ഇതിലേക്ക് വരത്തുള്ളൂ. ഇനി അദ്ദേഹം മാനസിക രോഗം കൊണ്ടാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് തെളിയിക്കപ്പെട്ടാൽ പോലും അദ്ദേഹത്തെ ഒരു സംവിധാനത്തിൻ്റെ കീഴിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഒരു ബന്ധു ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അവരുടെ കൂടെ വിടുകയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ പരിശോധിച്ചറിയേണ്ട കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരു കുറ്റകൃത്യത്തെ, ഇനി ഒരു കുറ്റകൃത്യം എന്നുള്ളത് പോട്ടെ, കുട്ടിക്കെതിരായ ഒരു അക്രമം എന്ന സംഭവത്തെ പോലും നമ്മൾ വിശകലനം ചെയ്യുകയും ഇഴകീറി പരിശോധിക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒന്നാമതിന് നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ അവസ്ഥയെ നമ്മൾ 2014 2024 തമ്മിലുള്ള കണക്കെടുത്ത് നോക്കിയാൽ 10 വർഷം കൊണ്ട് ഏകദേശം 1,86,000 കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഒരു 5,48,000 ഒക്കെ ആയിരുന്നത് 2014 ഏകദേശം ഒരു 3,34,000 ഒക്കെ ആയിട്ടുണ്ട് 2024 ആയപ്പോൾ. ഒരു 10 വർഷം കൊണ്ട് കഴിഞ്ഞാൽ കേരളത്തിൽ ജനിക്കാൻ പോകുന്നത് ഈ കണക്ക് വെച്ച് നോക്കിയാൽ 2 ലക്ഷം കുട്ടികളൊക്കെ കാണുകയുള്ളൂ. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി, ഒരു 10-20 വർഷം മുമ്പ് 1ാം ക്ലാസ്സിൽ ചേർക്കുന്ന കുട്ടികളുടെ എണ്ണം 5.5 ലക്ഷവും 5.25 ലക്ഷവും ഒക്കെ. അപ്പോൾ കുട്ടികളുടെ എണ്ണം തന്നെ കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ ബാലാവകാശ സംവിധാനങ്ങളും ബാലസംരക്ഷണ നിയമവും ഒക്കെ കൃത്യമായി അറിയുകയും ആ കുഞ്ഞുങ്ങളെ വളർത്താൻ ഏൽപ്പിക്കുന്നത്, നോക്കൂ, കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ള കാര്യമല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോവിഡുമായി ബന്ധപ്പെട്ട് കോവിഡ് കാലത്ത് കുട്ടികളുടെ ആത്മഹത്യ കൂടിയപ്പോൾ ഒരു പഠനം നടത്തുകയുണ്ടായി. അതുവരെ നമ്മൾ വിചാരിച്ചിരുന്നത് കുട്ടികൾക്ക് ബാഹ്യസമ്മർദ്ദങ്ങളും മറ്റും കൊണ്ടാണ് കൗമാരക്കാർ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നതെന്നാണ്. പക്ഷേ കോവിഡ് സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലായിരുന്നു. അന്നുണ്ടായ പഠനത്തിൽ വ്യക്തമാക്കിയത് വീടിനുള്ളിലുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ആത്മഹത്യയിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്നത് എന്നാണ്. അപ്പോൾ കുടുംബങ്ങളിൽ കുട്ടികൾ സുരക്ഷിതരല്ല എന്നുള്ളത് നമുക്കറിയാമെന്നിരിക്കെ ആ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്നാൽ നമ്മുടെ സമൂഹം ഒരു സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കേണ്ടതുണ്ട്. അതിൽ ബാലാവകാശ സംരക്ഷണ സംവിധാനങ്ങളും ഈ പറയുന്ന മാനസിക രോഗത്തിൻ്റെ വശവും ഒക്കെ തന്നെ വിശദമായി പരിശോധിക്കപ്പെടേണ്ടത്. തീർച്ചയായിട്ടും ഡോക്ടർ, ഈ കേസിൽ നമുക്ക് വാർത്തയായി വരുന്നത് ആലുവയിൽ നിന്ന് ഒരു കുഞ്ഞിനെ കാണാതെ പോയി. അമ്മയുടെ കയ്യിൽ നിന്നാണ് കുഞ്ഞിനെ കാണാതെ പോയത്. അംഗൻവാടിയിൽ നിന്നും അമ്മ വിളിച്ചുകൊണ്ട് പോയ കുഞ്ഞാണ്. ഈ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഈ ഡെവലപ്പ് ചെയ്ത് വരുന്ന വാർത്തയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയത് ഇവരുടെ ബന്ധുക്കളെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവർക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് അവർ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഇങ്ങനെ മാനസിക പ്രശ്നമുള്ള ആളാണ് സ്ഥിരമായി കുഞ്ഞിനെ അംഗൻവാടിയിൽ നിന്ന് വിളിക്കാൻ പോകുന്നത്. ഇവരുടെ കയ്യിലാണ് കുഞ്ഞ് എപ്പോഴും ഉള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് വിഷം കൊടുത്ത അമ്മയാണ്, ഉപദ്രവിച്ച അമ്മയാണ്, ടോർച്ച് കൊണ്ട് തലക്കടിച്ച അമ്മയാണ്. എന്നിട്ടും എന്തിനാണ് ആ കുഞ്ഞിനെ അവർക്കൊപ്പം നിർത്തുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു ചികിത്സ വേണ്ടതാണ് എന്നൊക്കെ ഒരിക്കലും അവർക്ക് മനസ്സിലായില്ലേ എന്നുള്ളതാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയത്. അപ്പോൾ തന്നെ അവർക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അല്ല, അവിടെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ സംവിധാനങ്ങൾ. ഇപ്പോൾ കേരളത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ കേരളത്തിൻ്റെ ബാലാവകാശ സംരക്ഷണ സംവിധാനങ്ങൾ വളരെ മുൻപിലാണെന്ന് പറയാമെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായ ഒരു വസ്തുതയായത്. നോക്കൂ, ആ ബന്ധുക്കൾ പറയുന്നുണ്ട് ഇവർക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന്. എന്താ ഈ ബന്ധുക്കൾക്ക് അറിയില്ലേ? മാനസിക രോഗ പ്രശ്നങ്ങളുള്ള ഒരമ്മയുടെ അടുത്ത് കുട്ടിയെ ഇത്തരത്തിൽ വിടരുതെന്ന് നേരത്തെ ഒരു വധശ്രമം നടത്തിയ അമ്മയാണെങ്കിൽ ഇനി നമ്മൾ ഈ സമൂഹത്തിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഇവർക്കിത് അറിയില്ലെങ്കിൽ അതവരെ അറിയിക്കുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടേ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമ്മൾ റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ സിനിമാ തിയേറ്ററിൽ എവിടെയെങ്കിലും പോകുന്നു എന്ന് വയ്ക്കുക. അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നെഞ്ചിൻ്റെ ഇടതുഭാഗത്തൊരു വേദനയുണ്ടാകുന്നു. അദ്ദേഹം വെട്ടി വിയർക്കുന്നു, അബോധാവസ്ഥയിലേക്ക് എത്തുന്നു. നെഞ്ചിൻ്റെ ഇടതുഭാഗത്താണ് വേദന എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഇത് ഹൃദ്രോഗമാണ്, ഇതൊരു ഹാർട്ട് അറ്റാക്ക് ആവാനുള്ള സാധ്യതയുണ്ട്, ഇതിന് ആശുപത്രിയിൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു അടിയന്തിരമായ ഒരു ഇടപെടലുണ്ടല്ലോ, അതിൻ്റെ എത്രയോ ഇരട്ടി അടിയന്തരാവസ്ഥ ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല? അപ്പോൾ അവരെ മനസ്സിലാക്കിപ്പിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ അവരെ സംവിധാനത്തിലേക്ക് എടുക്കുകയും അവർക്ക് ചികിത്സയോ മറ്റെന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുകയും, ഇനി ഇതിന് മറ്റൊരു വശമുണ്ട്. ചില അമ്മമാരുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം ബാലസംരക്ഷണ സംവിധാനങ്ങളുമൊക്കെ തന്നെ പരിശോധനയ്ക്ക് വിടുമ്പോൾ ചിലപ്പോൾ അവരൊരു സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാറുണ്ട്. അതായത് ഈ അമ്മയ്ക്ക് കുട്ടിയെ നോക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒന്നെങ്കിൽ ഒരു മെഡിക്കൽ ബോർഡോ അല്ലെങ്കിൽ മനോരോഗ ചികിത്സാ വിദഗ്ധനോ സാക്ഷ്യപ്പെടുത്തണമെന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. അങ്ങനെ സാക്ഷ്യപ്പെടുത്താൽ മാത്രമേ ഈ കുഞ്ഞിനെ
പിന്നെ അമ്മയുടെ അടുത്തേക്ക് വിടുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലൊരു ചർച്ച തന്നെ നമുക്ക് വേണ്ടി വരുമായിരുന്നില്ല. ഇത്തരത്തിലുള്ള ഓരോ അനുഭവവും നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ഇനിയും ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ എനിക്കറിയാമല്ലോ, ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പ്രേക്ഷകർക്കെങ്കിലും ഇത്തരത്തിലുള്ള അമ്മമാരെ അറിയത്തില്ലേ? അമ്മമാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അത് അടച്ചാക്ഷേപിക്കുകയില്ല. ഇത്തരത്തിലുള്ള അമ്മമാരും ഇതുപോലെ അച്ഛന്മാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെയൊക്കെ കയ്യിൽ ഇനി കുട്ടികൾ മറ്റു വീടുകളിലാണെങ്കിൽ അവിടെ അവരുടെ സുരക്ഷ ഉറപ്പാക്കപ്പെടും. ഡോക്ടറുടെ ഒരു മറു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ അമ്മമാരല്ലേ, നമ്മളെപ്പോഴും അമ്മ എന്ന് പറയുമ്പോൾ ഏറ്റവും സേഫായ സ്ഥലം എന്നൊക്കെയാണ് നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ശീലിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ കാണുന്നത് അതൊന്നുമല്ല. ഈ കഴിഞ്ഞ ദിവസം വാളയാറിൽ ഒരമ്മ, ശ്വേത എന്നാണ് ഞാൻ ഓർക്കുന്നത് ആ കുട്ടിയുടെ പേര്, 22 വയസ്സേ ഉള്ളൂ. ആ പെൺകുട്ടിക്ക് 4 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലേക്ക് തള്ളിയിട്ടു. കുഞ്ഞ് ഓസിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു, കുഞ്ഞിനെ കിണറ്റിലേക്ക് തള്ളിയിട്ടു. കുഞ്ഞ് രക്ഷപ്പെട്ടത് അതെവിടെയോ പിടിച്ച് നിൽക്കുകയോ അങ്ങനെ ചെയ്ത് അത് പിന്നെ അത് തന്നെയാണ് പറയുന്നത് അമ്മയാണ് തള്ളിയിട്ടതെന്ന്. നാട്ടുകാർ വന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അവിടെയും നേരത്തെ ഡോക്ടർ പറഞ്ഞു ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ ഉണ്ടായിട്ട് അത് മാറിയിട്ടില്ല, പക്ഷെ അവരങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. ഇതാരും അറിയുന്നില്ല. എത്രയോ വീടുകളിൽ ഇപ്പോഴും നമ്മുടെ ഈ ചർച്ച ഡോക്ടർ പറഞ്ഞ പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന വീടുകളിൽ തന്നെ ഇത്രയും, അപ്പോൾ അതുകൊണ്ട് അമ്മയല്ലേ, അമ്മ ഒന്നും ചെയ്യില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. അല്ല, ഇതിലെ അമ്മയല്ലേ, അമ്മ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ പ്രാഥമികമായി കുട്ടിയെ നോക്കേണ്ട ഉത്തരവാദിത്വം അമ്മയ്ക്ക് തന്നെയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. നോക്കൂ, യഥാർത്ഥത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം, യഥാർത്ഥത്തിൽ കുഞ്ഞ് ആരുടേതാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്? കുഞ്ഞ് അമ്മയുടെയാണോ? അല്ല. കുഞ്ഞ് അച്ഛൻ്റെയാണോ? അല്ല. കുഞ്ഞ് അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിൻ്റേതുമല്ല. കുഞ്ഞ് യഥാർത്ഥത്തിൽ സിസ്റ്റത്തിൻ്റെയാണ്, സ്റ്റേറ്റിൻ്റെയാണ്. അതുകൊണ്ടാണ് കുട്ടിക്കെതിരായ ഒരു അതിക്രമം ഉണ്ടായാൽ ആ സ്ഥലത്തെ ബാലാവകാശ സംവിധാനങ്ങൾക്ക് കുട്ടിയെ ഏറ്റെടുക്കാൻ സാധിക്കുന്നത്. ഇതാണ് ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം. അപ്പോൾ ഇത്തരത്തിൽ ആകുമ്പോൾ ഇനിയിപ്പോൾ ഈ കേസ്, അദ്ദേഹം പറഞ്ഞ കേസ് ഒന്ന് പരിശോധിച്ചാൽ നോക്കൂ, 22 വയസ്സുള്ള ഒരു അമ്മയ്ക്ക് 4 വയസ്സുള്ളൊരു കുട്ടി, ചിലപ്പോൾ പ്രായവ്യത്യാസമുണ്ട്, 3 വയസ്സായിരിക്കാം. അവർ പ്രസവിച്ചത് 19ാമത്തെ വയസ്സിലാണ്. അവരുടെ വിവാഹം എത്ര വയസ്സിലായിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക? ഇനി നമ്മുടെ നാട്ടിലെ ഒരു നിയമം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ നാട്ടിൽ 18 വയസ്സായ സ്ത്രീക്ക്, പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാം, 21 വയസ്സായ പുരുഷന് കല്യാണം കഴിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ നിയമവിധേയമായി ലോകത്തെ ഏത് സ്ഥലത്തും നിയന്ത്രിത ലഹരിയും അനിയന്ത്രിത ലഹരിയുമുണ്ട്. നമ്മുടെ നാട്ടിൽ നിയന്ത്രിത ലഹരി എന്ന് പറയുന്നത് മദ്യവും പുകയിലയുമാണ്. കേരളത്തിൽ മദ്യം വാങ്ങാനുള്ള മിനിമം പ്രായം എന്ന് പറയുന്നത് 23 വയസ്സാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 18 വയസ്സിൽ പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാം. ആ 18 വയസ്സുള്ള ആളിനെ പെൺകുട്ടി എന്ന് തന്നെ വിളിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, സ്ത്രീ എന്നല്ല ഞാൻ വിളിക്കുന്നത്. 21 വയസ്സുള്ള ആൺകുട്ടിക്കും കല്യാണം കഴിക്കാം. അപ്പോൾ നമ്മളെന്താ പറയുന്നത്? കല്യാണം കഴിച്ചോളൂ, പക്ഷേ മദ്യം കഴിക്കണമെങ്കിൽ തലച്ചോറിന് കുറച്ചുകൂടി പക്വത വരണമെന്നാണ്. ഈ നിയമത്തിലെ രസകരമായ ഒരു കാര്യം ഇതാണ്. പക്ഷേ ഇന്നാട്ടിൽ ഈ വിവാഹപ്രായം ഉയർത്തുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചർച്ച നടത്തൂ. എനിക്ക് വളരെ നിർഭാഗ്യകരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ, അദ്ദേഹം ഇനി ഏത് വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണെന്ന് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭൂകമ്പം ഉണ്ടായി, അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, ഡോക്ടർ എന്താണ് പറയുന്നത്, 16-17 വയസ്സുള്ള ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞത് എനിക്ക് പൊതുവായി പറയാൻ പറ്റുന്നില്ല. അത്തരത്തിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം എന്താ, 16-17 വയസ്സുള്ള ഈ മുതിർന്ന സ്ത്രീകളെയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ കിട്ടുന്നതെന്നാണ്. നമ്മളേത് നാട്ടിലാണ് ജീവിക്കുന്നത്? ഇനി ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രസവാനന്തരവുമൊക്കെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഈ പ്രസവാനന്തരമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഒരു ആശുപത്രിയിൽ പ്രസവം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് കുറഞ്ഞ പക്ഷേ നമുക്കൊരു ചെക്ക് ലിസ്റ്റ് വയ്ക്കാം. നമുക്ക് കേരളത്തിലെ അമ്മ മനസ്സ് എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി ഉണ്ട് കേട്ടോ. അതെടുക്കുകയും പിന്നെ സ്വാഭാവികമായിട്ടും അടുത്ത റിവ്യൂവും ഒക്കെ വരുമ്പോഴത്തേക്കും ഇത് പരിശോധിക്കുകയും ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് ചികിത്സിക്കുകയും ചെയ്യേണ്ടതല്ലേ. അങ്ങനെ നമ്മളിപ്പോഴും ചർച്ച ചെയ്യുന്നത് ഈ ഒരു കുട്ടിയുടെ ജീവൻ പോയതിന് ശേഷമാണ്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം ഞാൻ പറയാം. ഇത്തരത്തിൽ പ്രസവാനന്തര വിഷാദ രോഗമുള്ള ഒരമ്മയാണെന്ന് വിചാരിച്ചുള്ളൂ, അല്ലെങ്കിൽ പ്രസവാനന്തര ചിത്തർഭം അതിനുശേഷമുള്ള സൈക്കോസിസ് ഉള്ള ഒരമ്മയാണെന്ന് വിചാരിച്ചുള്ളൂ. ഇദ്ദേഹത്തിന് ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്ത് ശ്രദ്ധയും പരിചരണവുമാണ് കൊടുക്കാൻ സാധിക്കുന്നത്? കുട്ടിയുടെ ആദ്യത്തെ 1000 days എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഏതൊരു വ്യക്തിയും ജനിച്ചു കഴിഞ്ഞാലുള്ള ആദ്യത്തെ 1000 ദിവസങ്ങൾ വളരെ നിർണായകമാണെന്ന് പറയുന്നത്. ഈ ആദ്യത്തെ 1000 ദിവസങ്ങൾ, ഇപ്പോൾ 22 വയസ്സായ ഈ അമ്മയുടെ കുഞ്ഞിൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ. ആദ്യത്തെ 1000 ദിവസങ്ങളിൽ നിർണായകമായി കിട്ടേണ്ട ശ്രദ്ധയും പരിചരണവും ആ കുട്ടിയുടെ തലച്ചോറിൻ്റെ വളർച്ചയെ സഹായിക്കുകയും, തലച്ചോറിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഭാവിയിലേക്കുള്ളൊരു നിക്ഷേപമാണ്.
അത്തരത്തിൽ സാധിക്കുന്നില്ലെങ്കിൽ അത്തരത്തിൽ നിശബ്ദമായി ഇതൊരു സൈക്കിളാണ് യഥാർത്ഥത്തിൽ, ഒരു വിഷ സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കുറച്ച് കാണുന്നു. അതുകൊണ്ട് അമ്മമാരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായി പരിഹരിക്കുന്നില്ല. അത് കുട്ടികളുടെ വളർച്ച പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. കുട്ടികൾക്ക് കിട്ടേണ്ട ഒരു ശ്രദ്ധയും പരിചരണവും കിട്ടുന്നില്ല. അത് കുട്ടികളിൽ മാനസിക പ്രശ്നത്തിന് കാരണമാകുന്ന ഇത്തരത്തിലൊരു സൈക്കിളിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളെ നേരിട്ട് ഇത്തരം ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ മാത്രമുള്ള ചർച്ചകളാവാതെ ഇതിനൊക്കെ തീർച്ചയായിട്ടും ആ വാളയാറിലെ സംഭവത്തിലും ഡോക്ടർ പറഞ്ഞ അതേ കാര്യം, അതായത് നാട്ടുകാരുടെ പ്രതികരണം ഉണ്ടായിരുന്നത് ഞങ്ങൾക്കിതിൽ അത്ഭുതമില്ല എന്നാണ്. അവൾ തള്ളിയിടും കുഞ്ഞിനെ, കാരണം കുഞ്ഞിനെ സ്ഥിരം മർദ്ദിക്കാറുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് കുഞ്ഞിനെ, അതായത് 3 വയസ്സുള്ള കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി ജോലിക്ക് പോകാറുണ്ടായിരുന്നു എന്നൊക്കെ വാദോരാതെ അവർ പറയുന്നുണ്ട്. പക്ഷെ അവിടെയും അവരും ഒരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ളത് വളരെ പ്രധാനം. കല്യാണത്തിന്റെ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമ്മുടെ പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണല്ലോ, പെൺകുട്ടികൾ ഈ ഗുളിക കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ വിവാഹം നടക്കില്ല എന്നുള്ളത്. അത് എന്ത് അസുഖത്തിനാണ് എന്നുള്ളതൊക്കെ മാറി നിൽക്കട്ടെ, ചിലപ്പോൾ തലവേദനയ്ക്കായിരിക്കും. പക്ഷെ എന്തൊക്കെയായാലും ഗുളിക കഴിക്കുക എന്നുള്ളത് ടീനേജിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അമ്മമാർ ഒളിച്ചും പാത്തും ഒക്കെ ആയിരിക്കും എന്തെങ്കിലും ഗുളിക ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇങ്ങനെ കേട്ടുകേൾവിയുള്ളൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തിലടക്കം കേട്ടിട്ടുണ്ട് അതൊക്കെ കല്യാണം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും, കുറച്ച് മുൻ ദേഷ്യമുള്ള പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ആൺകുട്ടി ആയിക്കോട്ടെ, പക്ഷെ അതൊക്കെ അങ്ങ് മാറിക്കോളും, അവൻ കല്യാണം കഴിയുമ്പോൾ അങ്ങ് ഓക്കെ ആയിക്കോളും എന്ന് പറയുന്ന ഒരു ശീലം നമുക്കില്ല. അതിപ്പോഴും ഉണ്ട് ഒരു പക്ഷേ. അത് വളരെ രസകരമായൊരു കാര്യമാണ്. ഹൃദ്രോഗം വന്ന് ICU കിടക്കുന്ന ഒരാളാണെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഹൃദ്രോഗം ശരിയാവുമോ, അല്ലെങ്കിൽ ന്യൂമോണിയ ശരിയാവുമോ? അപ്പോൾ നമ്മളിത് തെറ്റിദ്ധാരണയായിട്ടങ്ങ് വിചാരിച്ചേക്കുകയാണ്. ഈ ഗുളിക കഴിക്കുന്നതിൻ്റെ ഒരു വശമുണ്ട് കേട്ടോ. ഈ ഗുളിക കഴിക്കുന്നതിൻ്റെ അല്ല, ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ചില നാട്ടുപ്രദേശങ്ങളിലൊക്കെ തന്നെ ചില അടുത്തുള്ള മെഡിക്കൽ ഷോപ്പുകളിലേക്കാണ് പോയി വാങ്ങിക്കുന്നതെങ്കിൽ ഈ പെൺകുട്ടികൾക്കൊക്കെ അനീമിയ വന്നിട്ട് അതിൻ്റെ ഗുളിക പോയി വാങ്ങിക്കുകയാണെങ്കിൽ പോലും അവരുടെ പ്രിസ്ക്രിപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമോ എന്ന് വിചാരിക്കുന്നത്. സ്ഥിരം ആ കുട്ടിയുടെ അമ്മ മെഡിക്കൽ, എനിക്കറിയാവുന്ന എൻ്റെ ഒരു ക്ലയൻറ്റ് തന്നെ പറയുന്നത്, ആ പെൺകുട്ടി പറഞ്ഞാണ്, അവൾ വളരെ ബോൾഡാണ്, അവൾക്കറിയാം അവൾക്ക് പ്രശ്നമുണ്ട്, അവൾ മരുന്ന് കഴിക്കുന്നുണ്ട്, മരുന്ന് കഴിച്ചതുകൊണ്ട് അവൾക്കുണ്ടായ ബെനിഫിറ്റും അവൾക്കറിയാവുന്നതാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഡോക്ടറെ ഗുളിക വാങ്ങാൻ സമയത്ത് അമ്മ എന്നെ കൂടെ കൊണ്ടുപോകില്ല. അപ്പം ഞാൻ ചോദിച്ചു അതെന്താണ്? അല്ല ഡോക്ടറെ, അമ്മ വിചാരിക്കുന്നത് ഇനി എന്നെയും കൊണ്ടുപോയി ഗുളിക വാങ്ങിക്കുമ്പോൾ ആ മെഡിക്കൽ ഷോപ്പിലുള്ളവർ എനിക്കാണ് ഗുളിക വാങ്ങുന്നതെന്ന് വിചാരിച്ച് ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് അമ്മ വിചാരിക്കുന്നുണ്ട് അത്രേ. നോക്കൂ, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ അമ്മ കൃത്യമായി ചികിത്സയ്ക്ക് കൊണ്ടുവരികയും മരുന്ന് വാങ്ങുകയൊക്കെ ചെയ്ത് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആളാട്ടോ. പക്ഷേ അവരുടെ അത്തരം അഭ്യസ്തവിദ്യരായ ആൾക്കാരുടെ മനസ്സിൽ പോലും ഈ ഒരു ആശങ്ക ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൊസൈറ്റിയോടുള്ള പേടി, നേരത്തെ സൂചിപ്പിച്ച ഈ മനോരോഗങ്ങളോടുള്ള ചികിത്സ, ആ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ അത് തെറ്റിദ്ധാരണകളുടെ ഒരു വലിയ കൂമ്പാരമാണ്. തെറ്റിദ്ധാരണകളുടെ കൂമ്പാരം എന്ന് പറയുമ്പോൾ ഒന്ന് പല തലത്തിലാണ്. അതൊന്ന് മനോരോഗ ചികിത്സകത്തിനെ കണ്ട പ്രശ്നം, 2 മനോരോഗ ചികിത്സകത്തിനെ കണ്ടിട്ട് മരുന്ന് കഴിച്ചു തുടങ്ങിയ പ്രശ്നം, ഈ മരുന്നിൻ്റെ ദീർഘകാലമായിട്ടുള്ള സൈഡ് എഫക്റ്റ്. ഈ മരുന്നിൻ്റെ ദീർഘകാലമായിട്ടുള്ള സൈഡ് എഫക്റ്റ് പല മേഖലകളിലും ഉണ്ട്. ഇപ്പം നമ്മൾ മദ്യാസക്തി കൂടിയവർക്ക് ചില മരുന്നുകളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ടിയാൻ പരിശോധനയ്ക്ക് വരുമ്പോൾ ഇയാളുടെ കരളും ഒക്കെ തന്നെ ഒരു പരുവത്തിലായിരിക്കും. നമ്മളൊരു മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ മുന്നിലേക്കാഞ്ഞ് പതിഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹം ചോദിക്കും, ഡോക്ടർ ഈ ഗുളികയ്ക്ക് സൈഡ് എഫക്റ്റ് വല്ലതും ഉണ്ടോ എന്ന്. മദ്യം കഴിച്ച് സ്വന്തം കരളിന് കുഴപ്പം വന്ന ഒരു വ്യക്തിയാണ് ഇത് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെയാണ് ഈ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ചികിത്സയെക്കുറിച്ച്. തീർച്ചയായിട്ടും ഡോക്ടർ അത് വിശദമായി പറയേണ്ടതാണ്. അതിനു മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേള എടുത്തിട്ട് മടങ്ങി വരാം. ഡോക്ടർ മോഹൻ നമുക്കൊപ്പം തുടരുന്നു. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ചികിത്സയെക്കുറിച്ചിട്ടാണ്. ഈ ഇത്തരത്തിലുള്ള ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദീർഘകാലം മരുന്ന് കഴിക്കേണ്ടി വരും. എത്ര നാൾ മരുന്ന് കഴിക്കേണ്ടി വരും? ഈ മരുന്നിന് മറ്റ് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുമോ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയോ നാളത്തെ നിരീക്ഷണങ്ങളുടെ ഫലമായിട്ടും ഗവേഷണങ്ങൾ നടത്തിയും കണ്ടുപിടിച്ച മരുന്നുകളാണ്. അവിടെ തന്നെ ഈ മരുന്ന് കഴിക്കുന്നത്, ഇപ്പം വിഷാദത്തിനുള്ള ഔഷധങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഇപ്പം വിഷാദ രോഗത്തിൻ്റെ ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് ആത്മഹത്യയിലേക്കും നയിക്കുമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ വിഷാദ രോഗം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ആ രോഗത്തെ അങ്ങനെ കാണാതെ ഈ രോഗം കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലും ആ കുടുംബജീവിതത്തിലുമൊക്കെ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ വിഷാദ രോഗമുള്ള ഒരു അമ്മയുടെ കാര്യം ആലോചിച്ച് നോക്കൂ. നമുക്ക് വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടതെന്നുള്ളപ്പോൾ അമ്മ തന്നെയാണ് ഈ വീട്ടിലെ ജോലി ചെയ്യേണ്ടതെന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ ചെയ്യുകയും കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുകയും ഇപ്പോൾ പുറത്ത് പോയി ജോലി നോക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് എല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷോത്സാഹം ഉണ്ടാവും, ജോലി ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവും, നമുക്ക് കാര്യങ്ങളിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും, നമ്മുടെ രാത്രിയിലത്തെ ഉറക്കമൊക്കെ ശരിയായിരിക്കും, നമ്മളെ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന ചിന്തകളൊന്നുമില്ല.
വിഷാദരോഗമുള്ളൊരു വ്യക്തി അങ്ങനെ ആയിരിക്കില്ല. അദ്ദേഹത്തിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഇന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന ചിന്തയായിരിക്കും. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി ചെയ്യാൻ സാധിക്കില്ല. ഒരു ശ്രദ്ധ ഉണ്ടാവില്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായി ഈ ജോലിയൊക്കെ സ്ലോ ആവും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കുട്ടിയുടെ ജീവിതത്തിലെ ഗുണപരമായ ഒരു ഇടപെടൽ നടത്താൻ ഈ അമ്മയ്ക്ക് സാധിക്കില്ല. അത്തരത്തിലുള്ള കുട്ടിയുടെ മാനസിക വികാസം ഭാവിയിൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കി. അപ്പോൾ ധാരാളം പഠനങ്ങളുണ്ട്. അമ്മമാർക്ക് വിഷാദരോഗം, പ്രസവാനന്തര വിഷാദരോഗം അമ്മമാർക്കുണ്ടെങ്കിൽ അത് കുട്ടികളുടെ മാനസിക വളർച്ചയെ എത്രത്തോളം ബാധിക്കാമെന്നുള്ള പഠനങ്ങളുണ്ട്. അത് കുട്ടികളുടെ മാനസികാരോഗ്യം തന്നെ തകരാറിലാക്കുന്നതാണ്. അപ്പോൾ കൃത്യമായി ഇതൊക്കെ നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ഫോളോ അപ്പ് കൃത്യമായി നടത്തേണ്ടതുണ്ട്. ഇപ്പം ചില നാളുകൾ കഴിഞ്ഞാൽ ഈ രോഗലക്ഷണങ്ങൾ തിരിച്ചു വന്നാൽ അപ്പോഴുമൊക്കെ തന്നെ തുടർ ചികിത്സയും ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ ക്രമാതീതമായി നമുക്ക് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇനി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പഠനങ്ങൾ പറയുന്നത് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ ഏതെങ്കിലും പണ്ടൊക്കെ നമ്മുടെ കവലകളൊക്കെ വളരെ സജീവമാണ്. ഒരു നാട്ടിൻപുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ ബെഞ്ചിലും ഡെസ്കിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവും. ഒരു പ്രശ്നം വന്നാൽ ആദ്യം ചാടി ഇറങ്ങുന്നതും അവരായിരിക്കും. ഇപ്പോഴങ്ങനെയുള്ളവരുണ്ടോ എന്നും, ഇപ്പോൾ പിന്നെ ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് ആരും വഴി ചോദിക്കുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ വഴി ചോദിച്ചു കഴിഞ്ഞാൽ അതിഥി തൊഴിലാളികളോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് പറയുക മുझे മാലൂം ഭയ്യ എന്ന് പറയുന്നവരെയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. അപ്പോൾ അത്രത്തോളം യുവാക്കളുടെ ചെറുപ്പക്കാരുടെ ഒരു എണ്ണക്കുറവ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുടുംബങ്ങളിൽ നമ്മൾ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഇനി വരുന്ന ഒരു തലമുറയുടെ മാനസികാരോഗ്യം തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ പ്രശ്നങ്ങൾ പോകും. അതെ ഡോക്ടർ, നമ്മളിങ്ങനെ ഒരു ചർച്ച, ഡോക്ടർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമല്ല ചർച്ച എന്ന് പറയുമ്പോഴും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊപ്പമുള്ളവരാണ് അത് ഏറ്റവും അറിയേണ്ട കാര്യം. അവർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നടപടികൾ എടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനാണ് നമ്മളിങ്ങനെ ഒരു ചർച്ച നടത്തുന്നത്. ഈ എന്തുകൊണ്ട് ഇത് അറിയിക്കുന്നില്ല, ഈ ബോധവൽക്കരണം, നേരത്തെ ഡോക്ടർ പറഞ്ഞു, ഈ ബോധവൽക്കരണം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വെച്ചാൽ പോരാ. അതായത് ഈ ഇപ്പം മരിച്ച ഈ കുഞ്ഞ് കല്യാണിയുടെ അച്ഛൻ പറയുന്നത് പല തവണ ഞാൻ ഈ അവരുടെ അമ്മയോട്, സന്ധ്യയുടെ അമ്മയോട് പറഞ്ഞു ഇവൾക്ക് പ്രശ്നമുണ്ട്. പക്ഷെ അച്ഛൻ പറയേണ്ടിയിരുന്നത് അവിടെ അല്ല എന്നുള്ളതാണ്. അപ്പോൾ എവിടെ പോയി പറയണം, എങ്ങനെ ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഇത്തരത്തിൽ ഏത് കുട്ടിക്കെതിരായിട്ടും ഒരു അതിക്രമം ഉണ്ടാകുമെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുക. അതിന് നിങ്ങൾ ഇപ്പോൾ ജില്ലയിലെ ബാലാവകാശ സംവിധാനം മിക്കവാറും ഒരു സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസ് കേന്ദ്രീകൃതമായിരിക്കും. അവിടെ എത്തണമെന്നില്ല. ഏതൊരു പോലീസ് സ്റ്റേഷനിലും ഇത്തരത്തിലൊരു പരാതി കൊടുക്കാവുന്നതാണ്. ഈ പോലീസ് ഓഫീസർ അത് അന്വേഷിക്കേണ്ടതുമാണ്. അത് അന്വേഷിച്ചതിന് ശേഷം അടുത്ത ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കേസോ മറ്റോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ബാലാവകാശ സംരക്ഷണ സംവിധാനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അമ്മയെയും കുഞ്ഞിനെയും വിളിച്ചു വരുത്താനും അമ്മയുടെ മനോനില ഉൾപ്പെടെയുള്ള, കാരണം ഇത് ബൈൻഡിങ് ആണ്, ഇത്തരത്തിലൊരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ അത് പാലിക്കാതിരിക്കാൻ പറ്റില്ല. അമ്മയുടെ മനോനില പരിശോധിക്കാനും ഇത്തരത്തിൽ കുഞ്ഞിനെ കൊടുത്തു വിടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാനും, അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സമാന്തര സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് തന്നെ സമൂഹമാണ്. അപ്പോൾ ഇത്തരത്തിൽ പണ്ട് കവിയുടെ ഓരോ ശിശു രോദനത്തിലും കേൾക്കണം ഒരു കോടി ഈശ്വരവിലാപം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. കാരണം ഈ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ കുട്ടികളുടെ വലിയൊരു ഗതികേടുണ്ട് കേട്ടോ. നമ്മളതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. രണ്ടുപേർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീരുമാനിക്കാൻ സാധിക്കും അവർക്ക് കുട്ടികൾ വേണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ ഇത് ഓരോ മാതാപിതാക്കളും തങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. തങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അച്ഛനെയും അമ്മയെയും തീരുമാനിക്കാൻ ഒരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെയൊക്കെ തന്നെയായിരിക്കുമോ? അത് എന്നെയും ഉൾപ്പെടുത്താൻ കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഇത് ബാധകമാണ്. നമ്മളെയൊക്കെ തന്നെ ആയിരുന്നിരിക്കുമോ നമ്മുടെ കുട്ടികൾ സെലക്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ കുട്ടികൾ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നുപോയി, അവരതിഥികളാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അവരെ നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നോക്കൂ, നമ്മൾ ഇത്തരത്തിൽ ഇപ്പോൾ നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ നിന്നൊരു മരണം സംഭവിച്ചു, അല്ലാതെ വളരുന്ന ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. ഇവരുടെയൊക്കെ ശാരീരികാരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും ഉണ്ടാകുന്ന കേടുപാടുകൾ ഭാവിയിൽ അവരുടെ തലമുറകളിലേക്ക് വ്യാപിക്കുമെന്നേ ഇത്. കാരണം എൻ്റെ ഒരു ബാല്യത്തിലും ഒക്കെ ഉണ്ടായ മുറിപ്പാടുകൾ എൻ്റെ തലച്ചോറിലും എൻ്റെ ഓർമ്മയിലും ഉണ്ടെങ്കിൽ ഞാനിത് എൻ്റെ തലമുറയിലേക്ക്, അടുത്ത തലമുറയിലേക്ക്, അതൊരിക്കലും ചെയ്തുകൂടാത്തതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന പ്രവണതകൾ വരെയുണ്ട്. നമ്മൾ സാധാരണ പറയുന്നത് ഈ ഒരിക്കൽ ഉണ്ടായിരുന്ന ഇര പിന്നെ വേട്ടക്കാരനാവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അത് നിരന്തരം ഇത്തരത്തിലുള്ള ആൾക്കാരുടെ
മാനസികാവസ്ഥയെ ബാധിക്കുന്ന തലത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇനി ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് ഉറപ്പാണ് കേരളത്തിൽ ഇപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടാവും. ഇത്തരത്തിലൊരു സംഭവങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത സംവിധാനങ്ങളിലേക്ക് എത്തിക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ രാത്രി 10:30 വാർത്ത കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അസ്വസ്ഥതയാണ്. ഇത് രാത്രി ഒരു ഭാരമായിരുന്നു, വലിയൊരു ഭാരം. ഇത് കിടക്കാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരത്തില്ല. നമ്മളെവിടെയോ ഈ പ്രായമുള്ള നമ്മുടെ കുട്ടികളൊക്കെ ഈ പ്രായത്തിലൂടെ കടന്നത്. അപ്പം അതൊരു വേദനയായിരിക്കും. പിന്നെ രാവിലെ എണ്ണീറ്റ് നമ്മൾ വാർത്ത കണ്ടതോടുകൂടി ആ ദിവസവും കൂടി ഏകദേശം അതുമായി ബന്ധപ്പെട്ട എത്രയോ ആൾക്കാർക്ക് വേദനയും ദുഃഖവും ഉണ്ടാക്കി. തീർച്ചയായിട്ടും ഡോക്ടർ, ഇവിടെ നമ്മളിത് അവസാനിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ ഇതിൽ പറയേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു അവബോധം എന്ന രീതിയിൽ ഇനിയും നമുക്ക് ഈ വിഷയം തന്നെ എടുക്കണം. ഡോക്ടറെയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ ദേഷ്യം എന്നുള്ള വാക്ക് അവിടെ ഒരുപാട് തവണ ആവർത്തിച്ച് കേട്ടു. പക്ഷെ ആ ദേഷ്യത്തിന് എത്ര വരെ പോകാം, അല്ലെങ്കിൽ ആ ദേഷ്യത്തിന് പിന്നിൽ എന്തൊക്കെയാണ്, നമ്മുടെ വീട്ടിൽ മാത്രം ഒതുങ്ങിയാൽ ഉള്ള കാര്യമല്ല, ഇതൊരു കൊലപാതകത്തിലേക്ക് വരെ എത്തി എന്നൊക്കെയുള്ളത് എല്ലാവർക്കും മനസ്സിലാകണം. അപ്പോൾ അതേക്കുറിച്ച്, ആ കാരണങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് നമ്മുടെ സമയം അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. ന്യൂസ് 3 പൂർണ്ണമാകും. നമസ്കാരം.